ദിലീപിന്റെ അറസ്റ്റ് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് റൂറൽ എസ്പി എ വി ജോർജ്. ഇപ്പോൾ കുടുങ്ങിയത് വമ്പൻ സ്രാവല്ലെന്ന് പൾസർ സുനി. പലരും ഇനിയും പിടിയിലാകും. ദിലീപിന്റെ ചാലക്കുടിയിലെ തിയേറ്റർ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ ഉത്തരവ്. മാനേജർ അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി. സ്വകാര്യത മൌലികാവകാശമാണോ എന്ന് തീരുമാനിക്കാൻ സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ചിൽ വാദം തുടങ്ങി. സ്വകാര്യതയില്ലെങ്കിൽ മറ്റവകാശങ്ങൾ എങ്ങനെ നിറവേറ്റപ്പെടുമെന്ന് വാദത്തിനിടെ ജസ്റ്റിസ് ബോബ്ഡെ. തീരുമാനം ആധാർ കേസിൽ നിർണായകം. കർഷക പ്രക്ഷോഭം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. സഭ നിർത്തിവെച്ചോ? 2 മണിക്ക് ചർച്ചയ്ക്കെടുക്കാമെന്ന് സർക്കാർ. അംഗീകരിക്കാതെ പ്രതിപക്ഷം. കണ്ണൂരിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സമരം പിൻവലിച്ചു. വിവാദ ഉത്തരവ് നിർബന്ധമാക്കില്ലെന്ന് ജില്ലാ കളക്ടർ. ആശുപത്രി മുതലാളിമാർക്കു വേണ്ടി കളക്ടർ കങ്കാണിപ്പണി ചെയ്യുന്നുവെന്ന് VS. സമരം തീർക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച അനുരഞ്ജന യോഗം ഇന്ന്. മുഖ്യമന്ത്രി വിളിച്ച ചർച്ച നാളെ. പനി പടരുമ്പോൾ സംസ്ഥാനത്തെ മരുന്നുകടകൾ കാലി. അവശ്യ മരുന്ന് പോലും സ്റ്റോക്കില്ലാതെ മെഡിക്കൽ സ്റ്റോറുകൾ. GST പേടിയിൽ മരുന്ന് സംഭരണം നിർത്തി വിതരണക്കാർ. പ്രതിസന്ധി നികുതി എടുത്തുകളയുമെന്ന പ്രചാരണത്തെ തുടർന്ന്. ആശുപത്രി വരാന്തകളിൽ ആശ്വാസമേകാൻ ആരുമില്ലാതെ നിരവധി പേർ. മക്കളും ബന്ധുക്കളും ഉണ്ടായിട്ടും ഉപേക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം കുറയുന്നില്ല. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഉള്ളുനോവിച്ച് ജനാർദ്ദനന്റെ ജീവിതം. വൃദ്ധജീവിതങ്ങളെക്കുറിച്ച് ന്യൂസ് 18 അന്വേഷണ പരമ്പര.